നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഒന്ന് നിന്റെ അച്ഛമ്മ, ഒന്ന് എന്റെ മുത്തശ്ശി. അങ്ങനെ പറഞ്ഞത്? നിന്നെ ഞാൻ ശരിയായി വളർത്തിയില്ല, കൊഞ്ചിച്ചാണ് വളർത്തിയെന്ന് നിന്റെ അച്ഛമ്മയും നിന്നെ എങ്ങനെ വളർത്തിയാലും ശരി അവനെ കരയിക്കാൻ പാടില്ലെന്ന് എന്റെ മുത്തശ്ശിയും പറയാറുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. എന്നെ കരയിക്കില്ല എന്ന് വിചാരിക്കുന്നത് തേൻവണ്ട. സോറി തേന. അതെ എന്റെ ഹണി. ആ ഹണിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണോ അച്ഛാ? നിന്നെ കരയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചോ നീ? പിന്നെ നിന്റെ കരച്ചിൽ കേട്ടാലേ ആ തേൻവണ്ടി കിളവയ്ക്ക് കാത് വേദനിക്കൂടാ. അതാ നിന്നെ കരയിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എന്താണ് പോന്നിരിച്ചേ? നിങ്ങൾ നിലയുടെ മദറല്ലേ? അതെ മാഡം. ഫീസ് പേ ചെയ്തതിന്റെ റെസിപ്റ്റ് വാങ്ങിയായിരുന്നോ? ഇല്ല, ഇനി വാങ്ങിയില്ല. എന്റെ മോൾക്ക് വേറൊരു പേഴ്സണാ ഫീസ് അടച്ചത്. ശരി, അത് വാങ്ങിച്ചിട്ട് പൊക്കോളൂ. ഓക്കേടാ മോനെ, അച്ഛൻ ഈവനിങ് വന്ന് നിന്നെ പിക്കപ്പ് ചെയ്തോളാം കേട്ടോ. മുടിയെല്ലാം വൃത്തികേടായല്ലോടാ. അത് ഞാൻ പറഞ്ഞതാ. നിക്കളാ, തിടുക്കം കൂട്ടാതെ, ഇപ്പൊ തരാം. ഈ തലവേദനയുടെ തൈലം എന്തിനാടാ കൊണ്ടുവരാൻ പറഞ്ഞത്? ഞാൻ ഒരു പദ്യം പോലും ശരിക്കും പഠിച്ചിട്ടില്ലടാ. നമ്മുടെ മലയാള സാറൊന്ന് എന്നെയാണ് വിടുമെന്ന് തോന്നുന്നില്ലടാ. അതേടാ, നിന്നെ വെറുതെ വിടില്ല അയാള്. അയാൾ എന്നോട് പദ്യം ചൊല്ലാൻ പറയുന്ന സമയത്ത് ഈ തൈലെടുത്ത് തലയിലങ്ങോട്ട് പുരട്ടിയാണ്ടല്ലോ, എന്തിനാടാ ഈ തൈലം ചോദിക്കും. ഇന്നലെ രാത്രി തുടങ്ങിയ തലവേദന പറഞ്ഞോണ്ട് ഇതാടാ, വെള്ളം കുടിച്ചോ? എടാ, ഇത് അഭിനയിച്ചതാ. ഓ, പഠിക്കാതെ ഇരിക്കാൻ വേണ്ടിയുള്ള അഭിനയാണോടാ? അതേടാ, തലവേദനയുടെ കൂട്ടത്തില് ഇങ്ങനെ 2 ചുമയും കൂടി ചുമച്ചാല് മലയാള സാറിന് എന്നോട് ഭയങ്കര പാവം തോന്നൂടാ. ഇത്രയും കോൾഡും തലവേദനയും വെച്ചിട്ട് എന്തിനാ മോനെ സ്കൂളിലേക്ക് വന്നത്? നിന്റെ കോൾഡ് മറ്റുള്ളവർക്കും പടരുമെന്ന് പറഞ്ഞ് നീ ഇന്ന് പദ്യം ചൊല്ലണ്ട, അങ്ങോട്ട് പോയി മാറിയിരുന്നോന്ന് പറയും. സോ സിമ്പിൾ. നിന്നെ പിടിച്ചാ കിട്ടുമെന്ന് തോന്നുന്നില്ലടാ. താങ്ക് യുടാ. ഈ കാര്യം നമ്മ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. നീ വേണമെങ്കിൽ യൂസ് ചെയ്തോ. ഈ തൈലമാണോടാ? ഇല്ലടാ, എന്റെ ഐഡിയ. ഈ കുഞ്ഞു പ്രായത്തിൽ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നത്? വാടാ. മാഡം. ശരി മാഡം. ഞാൻ തന്ന ഹോംവർക്ക് ഒക്കെ എല്ലാരും ചെയ്തല്ലോ അല്ലേ? ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്സേ. ഇത് നമ്മുടെ സ്കൂളില് പുതുതായിട്ട് ജോയിൻ ചെയ്ത മോളാ. വെൽക്കം ടു ദ ക്ലാസ്. താങ്ക് യു മിസ്. നില, മോൾ എന്നെ എല്ലാവരെയും പരിചയപ്പെടുത്ത്. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് നീല. ഓ, മൂന്നാടാ. എടാ, മൂന്നല്ലടാ, അതൊരു പെണ്ണാടാ. നില എന്തുള്ളപ്പോഴാടാ കാണാ? ഓ, നില,
മോൾ ആ സീറ്റിൽ പോയിരുന്നോളൂ. ശരി, ഓക്കെ മാം. മിസ്, ഞാൻ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തോട്ടെ? ഇന്നാ മാം. ഓ, താങ്ക് യു. ഇന്നാ മിസ്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അല്ല, ഇത് ബർത്ത്ഡേ അല്ല. ചോക്ലേറ്റ് എന്തിനാ ചോദിക്കടാ? പിന്നെ എന്തിനാ ചോക്ലേറ്റ്? ഇന്ന് ഞാൻ ആദ്യമായിട്ടല്ലേ ഈ ക്ലാസ്സിലേക്ക് വരുന്നത്. എന്റെ ന്യൂ ഫ്രണ്ട്സിനൊക്കെ ചോക്ലേറ്റ് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ടൂ മച്ച് ആടാ. ശരി മോളെ, പോയി എല്ലാവർക്കും കൊടുത്തോ. എടാ കവിനെ, കണ്ടില്ലേടാ ആ പെണ്ണിനെ? എപ്പോഴും നീയല്ലേടാ ചോക്ലേറ്റും കേക്കും വാങ്ങിച്ചു കൊടുക്കാറ്. ഇപ്പൊ നിനക്ക് പകരമായിട്ട് ആ കുട്ടി കൊടുക്കുന്ന കണ്ടില്ലേ? കവിനെ, നിന്റെ മാസ് ആകെ കുറയുന്നുണ്ട് അളിയാ. എന്നും ഈ കവിൻ തന്നെയാണ് മാസ്. ബി കെയർഫുൾ. ശരി ശരി, ടെൻഷൻ ആവണ്ട, കൂൾ. നീ ആ പെണ്ണിനെ ചോക്ലേറ്റ് വാങ്ങാൻ പാടില്ല. അതെന്താണാ? വേണ്ട, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ദാ ചോക്ലേറ്റ് എടുത്തോ. എനിക്ക് നിന്റെ ചോക്ലേറ്റ് ഒന്നും വേണ്ട. എടുത്തോളൂ ഫ്രണ്ട്സ്. എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? ഞാൻ ചോക്ലേറ്റ് കഴിച്ചാ എന്റെ പല്ലൊക്കെ കേടായി പോവും. അതൊന്നും കുഴപ്പമില്ല, ഒന്നും ആവില്ല. ഇവന്റെ ഫ്രണ്ട്ഷിപ്പ് കാരണം ചോക്ലേറ്റ് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്തൊന്നാണ് ആലോചിക്കുന്നത്? എന്താ ഫ്രണ്ട് ആലോചിക്കുന്നത്? ചോക്ലേറ്റ് എടുത്തോ. എനിക്ക് ഇവൻ മാത്രമാണ് ഫ്രണ്ട്. നീയെങ്കിലും എടുക്ക് ഫ്രണ്ട്. നോ വേ. നിങ്ങൾ രണ്ടുപേരും മാത്രം എന്താ ചോക്ലേറ്റ് വാങ്ങാത്തത്? ഞാൻ എപ്പോഴും കോസ്റ്റ്ലി ആയിട്ടുള്ള ചോക്ലേറ്റ് മാത്രമേ കഴിക്കാറുള്ളൂ. ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ല. ബൈ, നീ പോയിക്കോ. അവിടെ എന്തോ ഒരു പ്രശ്നം? ഒന്നുമില്ല മിസ്. ഓക്കെ, ചോക്ലേറ്റ് എടുക്കുന്നില്ലെങ്കിൽ വേണ്ട ഫ്രണ്ട്സ്. നില, മറ്റു കുട്ടികൾക്ക് കൊടുക്ക. ടീച്ചർ, നിലയൊരു സാധാരണ കുട്ടിയായിട്ട് കരുതണ്ട. നല്ല ഭംഗിയായിട്ട് പാട്ട് പാടും. ഓഹോ. നില, മോളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒരു പാട്ട് പാടിക്കേ.